جريمة ضد الإنسانية وفق المادة يسقط العملاء 12 أولا أليف بدلالة المادة 12 أولا ثانيا. ولا تقولوا لمن يقتل في سبيل الله أموات بل أحياء ولكن لا تشعرون. من المؤمنين رجال صدقوا ما عاهدوا الله عليه فمنهم من قضى نحبه ومنهم من ينتظر وما بدلوا تبديلا. പോരാട്ടത്തിൻ്റെ ചോരത്തുള്ളികൾ കൊണ്ട് ചുവന്നൊഴുകിയ യൂഫ്രട്ടീസ്, ഏകാധിപത്യത്തിൻ്റെ ഭരണക്രമങ്ങൾക്കു നേരെ ഉയർന്ന ചൂണ്ടുവിരൽ വെട്ടിമാറ്റാൻ സായുധ ശക്തിയുടെ ബലത്തിൽ അഹങ്കാരം കൊണ്ടവരെ വിസ്മയിപ്പിച്ച ടൈഗ്രീസ്, കർബലയുടെ രണസ്മരണകളിൽ ജ്വലിച്ചു നിൽക്കുന്ന ഇറാഖിൻ്റെ മണ്ണിൽ ഷഹാദത്തിൻ്റെ പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ച ഒരു പുലർക്കാലത്ത് സദ്ദാം, നിങ്ങൾ മരണത്തെ തോൽപ്പിച്ച് നടന്നകന്നത് ഞങ്ങളുടെ സഹോദരിമാരുടെ ഗർഭത്തിൽ പിറക്കാനിരിക്കുന്ന പോരാളികൾക്ക് അവസാനത്തെ സന്ദേശവും പകർന്നുകൊണ്ടാണ്. 1937 ഏപ്രിൽ മാസം ബാഗ്ദാദിൽ നിന്ന് 200 കിലോമീറ്റർ അകലെയുള്ള തിക്രിത് പട്ടണത്തിനടുത്ത ഔജയിൽ സദ്ദാം ജനിച്ചു. ഒരു ഭൂരഹിത കർഷകനായിരുന്ന അദ്ദേഹത്തിൻ്റെ പിതാവ് സദ്ദാമിൻ്റെ ജനനത്തിനു മുമ്പേ മരിച്ചുപോയിരുന്നു. മാതാവ് സുബ്ഹ് തുൽഫ. കഷ്ടപ്പാടുകൾ നിറഞ്ഞ ബാല്യകാലമായിരുന്നു സദ്ദാമിൻ്റേത്. 1956 തൻ്റെ 19-ാം വയസ്സിൽ ബ്രിട്ടീഷ് പിന്തുണയുള്ള രാജഭരണത്തിനെതിരെ പോരാടാൻ അറബ് ബാത്ത് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഇറാഖ് ബ്രാഞ്ചിൽ ചേർന്നു. ഭരണകൂടത്തിനെതിരായ രാഷ്ട്രീയ പ്രവർത്തനത്താൽ 6 മാസം ജയിൽ ശിക്ഷ അനുഭവിച്ച സദ്ദാം 1959 പ്രധാനമന്ത്രിയായിരുന്ന അബ്ദുൽ കരീം ഖാസിമിക്കെതിരെ ഉണ്ടായ വധശ്രമത്തിൽ പങ്കുചേർന്നു. സംഭവത്തിൽ പ്രധാനമന്ത്രിയുടെ അംഗരക്ഷകരുടെ വെടിയേറ്റ് കാലിൽ മുറിവ് പറ്റുകയും സിറിയയിലേക്കും തുടർന്ന് ഈജിപ്തിലേക്കും ഒളിവിൽ പോകുകയും ചെയ്തു. ഈജിപ്തിൽ വെച്ച് സെക്കൻഡറി പഠനം പൂർത്തിയാക്കിയ സദ്ദാം 1963 വിപ്ലവവുമായി ബന്ധപ്പെട്ട് ബാത്ത് പാർട്ടിയുടെ നേതാവായി ഇറാഖിൽ തിരിച്ചെത്തി. പിന്നീട് സദ്ദാമിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളായിരുന്നു. പാർട്ടിയുടെ ഡെപ്യൂട്ടി ജനറൽ സ്ഥാനം, രാജ്യരക്ഷയുടെ ചുമതല തുടങ്ങി പടിപടിയായി അദ്ദേഹം അധികാര സ്ഥാനങ്ങളിലൂടെ വളർന്നു. പ്രധാനമന്ത്രിയായിരുന്ന അഹമ്മദ് ബക്കറിനേക്കാൾ സ്വീകാര്യനായ സദ്ദാം 1979 ഇറാഖ് പ്രസിഡന്റായി സ്ഥാനമേറ്റു. സമൃദ്ധമായ എണ്ണസമ്പത്ത് ഇറാഖിനെ പുരോഗതിയിലേക്ക് നയിച്ചു. ഇറാഖികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭരണാധികാരിയായ സദ്ദാം വികസനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു. 1980 സെപ്റ്റംബറിൽ അതിർത്തി പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇറാനുമായി യുദ്ധം തുടങ്ങി. അമേരിക്കൻ സേനയുടെ സഹായത്തോടെ നടത്തിയ നീക്കങ്ങളിൽ ഇറാന് വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. 1988 ഇറാനുമായുള്ള യുദ്ധം അവസാനിച്ചു. 1990 ഓഗസ്റ്റ് 2 കുവൈത്തിനെതിരായ ആക്രമണം. ഇതിനു പിന്നിലും അമേരിക്കയുടെ കറുത്ത കൈകളായിരുന്നു. തുടർന്ന് 1991 അന്താരാഷ്ട്ര ഉപരോധം ഇറാഖിനെ ക്ഷീണിപ്പിച്ചു. പക്ഷേ സദ്ദാമിൻ്റെ രാഷ്ട്രീയ ശക്തിക്ക് ക്ഷീണമുണ്ടായിരുന്നില്ല. മാത്രമല്ല, ഇറാഖിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിലും സൈന്യത്തിലുമുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലുകളെ സദ്ദാം തള്ളിക്കളഞ്ഞു. 2002 ഇറാഖി ജനത 100% പിന്തുണയും നൽകി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സദ്ദാമിനെ വീണ്ടും തിരഞ്ഞെടുത്തു. 2003 മാർച്ചിൽ മക്കളെയും കൂട്ടി സദ്ദാം നാടുവിടണമെന്ന് പറഞ്ഞ ജോർജ് ബുഷിനോട് രൂക്ഷമായി പ്രതികരിച്ച സദ്ദാമിനെതിരെ അമേരിക്ക ബാഗ്ദാദിൽ ബോംബ് വർഷിച്ച് യുദ്ധം തുടങ്ങി. തുടർന്ന് അധികാരം നഷ്ടപ്പെട്ട സദ്ദാം അധിനിവേശ സേനയ്ക്കെതിരെ പോരാട്ടം തുടങ്ങി. സദ്ദാമിൻ്റെ മക്കൾ ഉദയ്, ഗുസൈ കൊല്ലപ്പെട്ടു. ഡിസംബർ 13 തിക്രിത്തിലുള്ള ഭൂഗർഭ അറയിൽ നിന്ന് സദ്ദാം പിടിക്കപ്പെട്ടു. 2004 ജൂലൈ 1 അമേരിക്കൻ നിയന്ത്രിത ഇറാഖി കോടതി
സദ്ദാമിനെതിരെ വിചാരണ തുടങ്ങുന്നു. 2006 നവംബർ 5 സദ്ദാമിനെ മരണം വരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. ഡിസംബർ 26 വധശിക്ഷ അപ്പീൽ കോടതിയും ശരിവച്ചു. 2006 ഡിസംബർ 30 വധശിക്ഷ നടപ്പിലാക്കി. സംഭവബഹുലമായ ഒരു ജീവിതം ചരിത്രത്തിൻ്റെ തങ്കത്താളുകളിൽ തിളങ്ങുന്ന ഒരേടായി മാറി. ഒരു ലോക പോലീസായി സമീപുന്ന അമേരിക്ക കുവൈത്തിനെ രക്ഷിക്കുവാൻ വേണ്ടി വന്നത്. ഒരു രാഷ്ട്രം മറ്റു രാഷ്ട്രത്തിൻ്റെ കാര്യങ്ങൾ ഇടപെടുകയും ആ രാജ്യത്ത് അവിടെ ഉണ്ടായ ഭരണാധികാരികളെ അറസ്റ്റ് ചെയ്ത് കൊല ചെയ്യുക എന്നുള്ള വാസ്തവത്തിൽ അന്താരാഷ്ട്ര മര്യാദകൾക്ക് വിരുദ്ധമാണ്. എന്നാൽ അങ്ങനെയുള്ളതായ ക്രൂരമായ ഒരു കൃത്യം ഇറാഖിൽ നടക്കുകയുണ്ടായി. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആ കൊലപാതകം ഒഴിവാക്കണം, വധശിക്ഷ ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായി. അതൊന്നും കേൾക്കാതെ ബുഷ് ആ വലിയതായ കൊലപാതകം നടത്തിയിരിക്കുകയാണ്. ആ കൊലപാതകം നടത്തിയതോടുകൂടി ബുഷിൻ്റെ കൗണ്ടർ ആരംഭിച്ചെന്ന് പറയാം. ആ കൊലപാതകം നടന്ന ദിവസം തിരഞ്ഞെടുത്തത് ഹജ്ജിൻ്റെയും അതുപോലെ ബലിപെരുന്നാളിൻ്റെയും അവസരമാണ്. അപ്പോൾ ബുഷിന് ഇറാഖോടെ മാത്രമല്ല, സദ്ദാം ഹുസൈന് മാത്രമല്ല, മധ്യപൗരസ്ത്യത്തിൽ മാത്രമല്ല, ലോകത്തെ ഒരു വലിയ ജനസംഖ്യയായ മുസ്ലിം സമൂഹത്തിനെ വേദിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥമായ ഉദ്ദേശം എന്ന് വളരെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ളതായ ഈ വലിയതായ ക്രൂരമായ ഈ കൊലപാതകത്തിൽ, ഈ വിധിയിൽ, ഈ വിധി നടപ്പാക്കിയതിൽ ലോകമാകെ പ്രതിഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കൊലക്കയർ കഴുത്തിലേക്ക് ഇറങ്ങുമ്പോഴും സദ്ദാമിൻ്റെ മുഖത്ത് ധീരതയാണ് കാണാൻ സാധിച്ചത്. അദ്ദേഹം യാതൊരു ഭാവഭേദവുമില്ലാതെ അതിലേക്ക് നടന്നു കാണുന്നു. ആ കൊലക്കയറിൽ ഏറ്റുമ്പോൾ മുഖം കൊണ്ടുപോകാൻ അദ്ദേഹം സമ്മതിക്കുന്നില്ല. ആ ധീരതയാണ് നമ്മൾ കാണാൻ സാധിച്ചത്. അപ്പോൾ അങ്ങനെയുള്ളതായ ആ ക്രൂരമായ കൊലപാതകം, ആ കൊലപാതകത്തിൽ ഒരിക്കലും വേദനിക്കാതെ, ഒരിക്കലും ദുഃഖിക്കാതെ അദ്ദേഹം സന്തോഷത്തോടുകൂടി അത് സ്വീകരിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് തെളിഞ്ഞു കാണുന്നത് തെളിഞ്ഞ വിശ്വാസദാർഢ്യത്തിൻ്റെയും തികഞ്ഞ ധീരതയുടെയും ഒരു പ്രതീകമായി അദ്ദേഹം വേർതിരിക്കുകയാണ്. അദ്ദേഹത്തിന് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ പരലോകജീവിതം അള്ളാഹു സുഖമായി കൊടുക്കട്ടെ. 2003 ഡിസംബർ 13 തിക്രിത്തിന് 15 കിലോമീറ്റർ അകലെയുള്ള പൊളിഞ്ഞു വീഴാറായ ഒരു കെട്ടിട സമുച്ചയത്തിനുള്ളിൽ ഒരാൾക്ക് മാത്രം കിടക്കാവുന്ന മാളത്തിൽ ഒളിച്ചിരുന്ന പഴയ സദ്ദാം ഹുസൈനെ അമേരിക്കൻ സൈന്യം വെടിവെച്ചു കൊന്നിരുന്നുവെങ്കിൽ ലോകത്തിനു മുമ്പിൽ ഒരു പുഴുവിനെ പോലെ സദ്ദാമിന്